സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഒരുപാട് മൂല്യങ്ങൾ ഇന്ത്യയുടെ ജനശരീരത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഈ മൂല്യങ്ങളുടെ ഒരു മൂർത്ത രൂപമാണ് യഥാർത്ഥത്തിൽ ഭരണഘടനയിൽ പ്രതിഫലിച്ചത്. അതെഴുതാൻ നമുക്ക് അംബേദ്കറെ പോലെ വളരെ കഴിവുള്ള, ഇന്ത്യയെക്കുറിച്ച് ആഴത്തിൽ തിരിച്ചറിവുള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് വരുന്ന ഒരാളെ നമുക്ക് കിട്ടി എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ഭരണഘടനയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യക്കൊപ്പം സ്വതന്ത്രമായ ഒരുപാട് രാജ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും നിരവധി രാജ്യങ്ങൾ അന്നാണ് ഈ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ നിന്നും മറ്റ് യൂറോപ്യൻ കോളനി ശക്തികളുടെ ഭരണത്തിന് കീഴിൽ നിന്നും വിമുക്തമായത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടനുബന്ധിച്ചിട്ടാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായത്. അപ്പോൾ ഇന്ത്യക്കൊപ്പം തന്നെ സ്വതന്ത്രമായ ഒരു രാജ്യമാണ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്ക, അന്ന് സിലോൺ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ മറ്റൊരു രാജ്യമായ മലേഷ്യ ആ സമയത്താണ് സ്വതന്ത്രമാവുന്നത്. ഇനി ആഫ്രിക്കയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 2 രാജ്യങ്ങൾ, ഘാന, കെനിയ, ഈ 2 രാജ്യങ്ങളും ഈ സമയത്ത് തന്നെയാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടുന്നത്. ഇത്തരം രാജ്യങ്ങളിലെ ഭരണഘടനാ നിർമ്മാണവും നമ്മുടെ ഭരണഘടനാ നിർമ്മാണവും തമ്മിൽ ബന്ധപ്പെടുത്തി നോക്കിയാൽ അറിയാം എങ്ങനെയാണ് നമ്മുടെ ഭരണഘടന വലിയ അർത്ഥത്തിൽ മികവ് പുലർത്തി എന്നുള്ള കാര്യം. ഘാനയിലും കെനിയയിലും നമ്മൾ പറഞ്ഞ സിലോണിലും മലേഷ്യയിലൊക്കെ ഈ ബ്രിട്ടീഷുകാർ പോകുമ്പോൾ, സാമ്രാജ്യത്വ ശക്തികൾ അവരെ വിട്ടു പോകുമ്പോൾ അവരോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്കൊരു ഭരണഘടന ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞാൽ ആർക്കെതിരെയാണോ അത്ര നാൾ സമരം ചെയ്തത്, ആർക്കെതിരെ സമരം ചെയ്തിട്ടാണോ സ്വാതന്ത്ര്യം കിട്ടിയത്, ആ സമര നായകർ തന്നെ പറയുകയാണ് ഈ സാമ്രാജ്യത്വ ശക്തിയോട്, ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് സമരം ചെയ്ത് ഇത്രയും കാലം പരിചയമുള്ളൂ, ഞങ്ങൾക്ക് ഭരിച്ച് പരിചയമില്ല, അതുകൊണ്ട് ഭരണപരിചയമുള്ള നിങ്ങൾ ഞങ്ങൾക്കൊരു ഭരണഘടന ഉണ്ടാക്കാൻ സഹായിക്കണം. നിങ്ങളുടെ ഭരണഘടനയല്ല, ഞങ്ങളുടെ ഭരണഘടന നിങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ വിദഗ്ധ സേവകരായിട്ട് ഇവരെ സമീപിക്കുന്നത് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ തന്നെയാണ്. ഇനി വേറെ ചില രാജ്യങ്ങളുണ്ട്. ഇപ്പം ഇന്ത്യക്കൊപ്പം ഉണ്ടായിട്ടുള്ള പാകിസ്ഥാൻ, അല്ലെങ്കിൽ ഇന്ത്യ സ്വതന്ത്രമായിട്ട് 1 വർഷം കഴിഞ്ഞ് ഉണ്ടായ ഇസ്രായേൽ, ഈ 2 രാഷ്ട്രങ്ങളുടെയും പ്രത്യേകത 2 മതാധിഷ്ഠിത രാജ്യങ്ങളാണ്. ഒന്ന് പാകിസ്ഥാൻ ഇസ്ലാമിക റിപ്പബ്ലിക്കായിട്ടാണ് അത് ഉടലെടുക്കുന്നത്. ഇസ്രായേൽ നിങ്ങൾക്കറിയാം ജൂത ഭൂരിപക്ഷമുള്ള റിപ്പബ്ലിക്കാണ്. അപ്പോൾ അവിടുത്തെ ഭരണഘടനാ നിർമ്മാണം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുറേ കൂടി എളുപ്പമാണ്. കാരണം മതതത്വങ്ങൾ നേരെ കയറ്റി വെച്ചാൽ മതി, ഈ ഭരണഘടനയിലേക്ക് കയറ്റി വെച്ചാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വളരെ എളുപ്പമുള്ള ഒരു പ്രോസസ്സായിരിക്കുന്നു വിചാരിക്കും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ, ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണുന്നത് ഈ പാകിസ്ഥാൻ്റെ ഭരണഘടനാ അസംബ്ലി അവരൊരു സമവായത്തിലെത്താതെ പിരിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഭരണഘടനാ അസംബ്ലിയും ആ സമയത്ത് ഒരു സമവായത്തിലെത്താതെ പിരിഞ്ഞു പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങൾ സാമ്രാജ്യത്വ ശക്തികളോട് തങ്ങൾക്ക് വേണ്ടി ഒരു ഭരണഘടന നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്നു. ചില രാജ്യങ്ങൾ നമ്മുടേതുപോലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും, ഭരണഘടനാ അസംബ്ലി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ അസംബ്ലിക്ക് ഒരു മൂർത്തമായ ഒരു ഫലം നൽകാനാവാതെ അവ പിരിച്ചുവിടേണ്ടി വരുന്നു. ആ സ്ഥലത്താണ് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടായത്. ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാവുക മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അന്നും ഇന്നും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ബഹുസ്വര രാഷ്ട്രമാണ്. ഇന്ത്യയിൽ നിങ്ങൾ ഏത് ദിശയിൽ ഒരു 500 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഭാഷ മാറും, വേഷം മാറും, ഭക്ഷണം മാറും, ആരാധനാ രീതി മാറും. നമ്മൾ കേരളീയർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോവുകയാണെങ്കിൽ, മണിപ്പൂരിലോ മേഘാലയയിലോ പോവുകയാണെങ്കിൽ അവിടെ കാണുന്ന മനുഷ്യർ നമ്മളും തമ്മിലുള്ള സാമ്യത്തെക്കാൾ എത്രയോ വ്യത്യാസമാണ് നമ്മൾ തമ്മിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോഴും നമ്മുടെ അനുഭവമാണ്. അപ്പം ഇങ്ങനെ ഒരു ബഹുസ്വര രാജ്യത്ത് ഈ ബഹുസ്വരതയെ സംരക്ഷിക്കുന്ന, ഈ പലതരത്തിലുള്ള ജീവിത രീതിയെ, പലതരത്തിലുള്ള സംസ്കാരങ്ങളെ, പലതരത്തിലുള്ള ഭാഷകളെ, പലതരത്തിലുള്ള ആരാധനാ രീതികളെ സംരക്ഷിക്കുന്ന ഒരു ഭരണഘടന നമുക്ക് വേണ്ടിയിരുന്നു. അത് എളുപ്പമല്ലാന്ന് നമുക്ക് ഇപ്പം തന്നെ ആലോചിച്ചാൽ അറിയാം. എങ്കിലും നമ്മൾ അത് സാധിച്ചെടുത്തു. നമ്മൾ ഏതാണ്ട് 3 വർഷത്തോളം നീണ്ടു നിന്ന ഈ ഭരണഘടനാ അസംബ്ലിയിലെ നിരവധി ചർച്ചകളുടെ ഫലമായി അതുണ്ടായി.
ആ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്, ഇന്ത്യയിലെ ഒരു ജനജീവിതത്തിന് പ്രതിഫലിക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്ക് ഉണ്ടായത്. മാത്രമല്ല, ഭരണഘടനയ്ക്ക് മറ്റ് പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ ജനജീവിതം എന്ന് പറഞ്ഞാൽ ബഹുസ്വരാണ്. ആ ബഹുസ്വരത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൂഷണത്തിൻ്റെതായിട്ടുള്ള പലവിധ അവസ്ഥകളിൽ കൂടിയും ഈ ജനത കടന്നുപോയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വലിയ തരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ട്. ഈ ചൂഷണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്തെ സാമൂഹ്യ സ്ഥാപനങ്ങളെല്ലാം തന്നെ നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മെ ചൂഷണം ചെയ്യാൻ ഉണ്ടാക്കിയ വ്യവസ്ഥകളായിരുന്നു അവയൊക്കെ മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പൊ അത് മാറ്റണം. ഈ പറയുന്ന സാമ്രാജ്യത്വ വ്യവസ്ഥയുടെ സാമൂഹ്യമായിട്ടുള്ള സ്ഥാപനങ്ങളെ മുഴുവൻ മാറ്റണം. പകരം നമ്മുടേതായിട്ടുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾ കൊണ്ടുവരണം. നമ്മുടേതായിട്ടുള്ള ലെജിസ്ലേറ്റീവ് വേണം, നമ്മുടേതായിട്ടുള്ള എക്സിക്യൂട്ടീവ് വേണം, നമ്മുടേതായിട്ടുള്ള ജുഡീഷ്യറി വേണം, നമ്മുടേതായിട്ടുള്ള മറ്റ് സാമൂഹ്യ സ്ഥാപനങ്ങൾ വേണം. ഇങ്ങനെയൊക്കെ പുതിയ സാമൂഹ്യ സ്ഥാപനങ്ങൾ നിർമ്മിക്കണം. നമ്മുടേതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വേണം. അങ്ങനെ പലതരത്തിൽ. അപ്പൊ ഇത് ഭരണഘടന ഏറ്റെടുക്കുന്നുണ്ട്, ഇന്ത്യൻ ഭരണഘടന ഏറ്റെടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വൈദേശിക സ്ഥാപനങ്ങളുടെ ചൂഷണ സ്വഭാവത്തെ മാറ്റി ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തെ പ്രതിഫലിക്കുന്ന സാമൂഹ്യ സ്ഥാപനങ്ങളുടെ നിർമ്മാണം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യൻ ഭരണഘടന ഏറ്റെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ ഹിന്ദു മതത്തിനുള്ളിൽ, പ്രത്യേകിച്ച് ഭൂരിപക്ഷ മതമായിട്ടുള്ള ഹിന്ദു മതത്തിൻ്റെ ഉള്ളിലെ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് അതിക്രൂരമായിട്ടുള്ളൊരു സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് മറ്റിടത്ത് കാണാത്ത തരത്തിൽ അതിക്രൂരമായിട്ടുള്ളൊരു വ്യവസ്ഥയായിരുന്നു ഈ ജാതിഘടന എന്ന് പറയുന്നത്. ഈ ജാതിഘടന ഇന്ത്യയിൽ നൂറ്റാണ്ടുകൾ നിലനിന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഈ നൂറ്റാണ്ടുകൾ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നു. അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളൊന്നും തുടക്കകാലത്തൊന്നും നോക്കിക്കഴിഞ്ഞാൽ വളരെ വർഷങ്ങളോളം ഈ ജാതിഘടനയുടെ ചൂഷണ സ്വഭാവത്തെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല, ഒരാളും പ്രതികരിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് ദൈവികവും മതാത്മകവുമായിട്ടുള്ള ഒന്നായിട്ടാണ് ഏറ്റവും അടിത്തട്ടി കിടക്കുന്ന മനുഷ്യരും ഏറ്റവും മുകൾ തട്ടി കിടക്കുന്ന മനുഷ്യരും സ്വീകരിച്ചിരുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ചണ്ടാല ഭിക്ഷുകിരെ 100-ാം ആണ്ടാണ് നമ്മളിപ്പം ഈ അടുത്ത കാലത്ത് നമ്മൾ അത് പലതരത്തിൽ ആ കൃതി ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി. ഈ ചണ്ടാല ഭിക്ഷുകിയിൽ ഈ സ്ത്രീ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ബുദ്ധഭിക്ഷുവിന് വെള്ളം കൊടുക്കുന്ന ചണ്ടാല ബാലികയെ അവതരിപ്പിച്ചുകൊണ്ടാണ്, ആ ജാതി പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ടാണ് ആശാൻ അത് തുടങ്ങുന്നത്. അപ്പോൾ ബുദ്ധഭിക്ഷുവായിട്ടുള്ള ആനന്ദൻ അവിടെ എത്തുന്നു. ഈ ചണ്ടാലിക, ചാമർ നായകൻ, ചാമർ മഹർ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന ജാതികളാണ്. ഈ ചാമർ നായകന്റെ മകളായിട്ടുള്ള മാതങ്കി ജലം കോരാൻ അവിടെ എത്തുന്നു. ബുദ്ധഭിക്ഷു വെള്ളം ദാഹിച്ചു വലഞ്ഞു വരുന്ന ഈ ബുദ്ധഭിക്ഷു ഇത്തിരി വെള്ളം തരണമെന്ന് പറയുന്നു. ഈ സ്ത്രീ പേടിച്ച് പിന്മാറുകയാണ്. കാരണം ജാതിയിൽ താഴ്ന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ജലം വാങ്ങിച്ചു കൊടുക്കാൻ, അന്നത്തെ ജലം വാങ്ങിച്ചു കുടിക്കാൻ അന്നത്തെ സാമൂഹ്യ സാഹചര്യം അനുവദിക്കുന്നില്ല, നിയമം അനുവദിക്കുന്നില്ല അന്നത്തെ. അപ്പോൾ ഇതിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ ജാതി ആരാ ആദ്യം പറയുന്നത്? ജാതി പറയുന്നത് ഈ സ്ത്രീയാണ്. ഈ സ്ത്രീ വന്നിട്ട് പറയാണ്, ഞാൻ ജാതിയിൽ താഴ്ന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് വെള്ളം തരാൻ നിർവാഹമില്ല എന്നാണ്. മുകളിലുള്ള ആളല്ല ജാതി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ താഴെക്കെട്ടിൽ കിടക്കുന്ന ഏറ്റവും ചൂഷണം സഹിക്കുന്ന ഈ സ്ത്രീ വന്നിട്ടാണ് എന്നിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നത് പാപമാണെന്ന് ബുദ്ധഭിക്ഷുവിനെ ഉത്ബോധിപ്പിക്കുന്നത്. അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. ഈ കുട്ടി യുവത്വത്തിലേക്ക് കടക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഘട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ആ കുട്ടി തന്നെ പരിചയപ്പെടുത്തുന്നത് നീചനാരി എന്ന് പറഞ്ഞിട്ടാണ്. ഞാനൊരു നീചനാരിയാണ്, ഞാൻ ഏറ്റവും താഴെ കിടക്കുന്ന, അത്രയും തരം താഴ്ത്തപ്പെട്ട ആളാണെന്ന ഉള്ള കാര്യം സ്വത്വത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുള്ള മട്ടിലാണ് അവർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ ബയോഡാറ്റ പറഞ്ഞാൽ ആരും മോശം കാര്യങ്ങളല്ലല്ലോ എഴുതുക. പക്ഷെ അവർ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് നീചനാരിയായിട്ടാണ്. അപ്പൊ ഇതായിരുന്നു ജാതി വ്യവസ്ഥയുടെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിത്തട്ടിൽ കെടുക്കുന്ന ആൾക്കാരും ഏറ്റവും മുകൾ തട്ടിൽ കെടുക്കുന്ന ആൾക്കാരും ഒരേപോലെ ഈ വ്യവസ്ഥയിൽ വിശ്വസിച്ചു, ഒരേപോലെ ഈ വ്യവസ്ഥയെ താങ്ങി നിർത്തി എന്നുള്ളതാണ്. 19-ാം നൂറ്റാണ്ടും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെയാണ് ഇതിന് മാറ്റം ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നിലുള്ള രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത്
ഈ ജാതി ഘടന മൂലം അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള വ്യവസ്ഥ പ്രകാരം, അത് വിദേശികൾ കൊണ്ടുവന്നതല്ല, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതല്ല, മറിച്ച് ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്ന ഈ ജാതി വ്യവസ്ഥ മൂലം, അതുമൂലം ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യര് മനുഷ്യാവകാശം എന്ന് കേട്ടിട്ടേ ഇല്ല. ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അതുവരെ കേട്ടിട്ടേ ഇല്ല. സ്വതന്ത്ര ഇന്ത്യ വരുന്നവരെ ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന ഒരു ആശയം അവരുടെ ബഹുഭൂരിപക്ഷത്തിൽ എത്തിയിട്ടില്ല. അപ്പൊ അവർക്ക് റൈറ്റ്, ഈ ഹ്യൂമൻ റൈറ്റിൻ്റെതായിട്ടുള്ള ഒരു വെളിച്ചം, ഒരു തെളിച്ചം അവരിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ ഭരണഘടനയുടെ രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത്. ഒന്ന്, വിദേശികൾ നമ്മളെ ചൂഷണം ചെയ്ത ആ വിദേശികളുടെ വിദേശ ഭരണത്തെ ഒഴിച്ചു മാറ്റുക, വിദേശ സാമൂഹ്യ സ്ഥാപനങ്ങൾ ഒഴിവാക്കിയിട്ട് ഇന്ത്യയുടെ സാമൂഹ്യ സ്ഥാപനങ്ങൾ നിർമ്മിക്കുക. രണ്ടാമത്തത് ഈ പറയുന്ന ജാതിഘടന മൂലം ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യാവകാശം ഇതുവരെ കേൾക്കാത്ത മനുഷ്യർക്ക് മനുഷ്യാവകാശത്തിൻ്റെതായിട്ടുള്ള വെളിച്ചം എത്തിച്ചു കൊടുക്കുക. ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഒരു മതേതര സ്വഭാവം എടുക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വര രാഷ്ട്രത്തിൽ അത് ഏതെങ്കിലും മതാധിഷ്ഠിതമായ രീതിയിൽ അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യരുടെ ചോരയിലും അല്ലെങ്കിൽ അവരുടെ അവസ്ഥയിലൊക്കെയാണ് അവസാനിക്കുക എന്നുള്ളത് അന്നത്തെ എല്ലാ നേതാക്കൾക്കും, അന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ കക്ഷി നേതാക്കൾക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ വ്യത്യസ്തമായ ഗതിക്കാരായിരുന്നെങ്കിലും അവരെല്ലാവരും ചർച്ച ചെയ്തിട്ട് സമവായത്തിലൂടെ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടായി. ആ ഭരണഘടനയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ, അത് നമുക്ക് ഇന്ന് അറിയാവുന്നത് പോലെ അത് സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, സോഷ്യലിസ്റ്റിക് ആണ്. അങ്ങനെ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പരമാധികാര രാഷ്ട്രമായി ഇന്ത്യയെ നിർവചിക്കുകയുണ്ടായി. ഇതാണ് നമ്മളൊക്കെ ജനിച്ചു വീഴുന്നത് അതിൻ്റെ ഉള്ളിലാണ്. എന്ന് പറഞ്ഞാൽ സെക്യുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്യുലറിസം പ്രദാനം ചെയ്യുന്ന, ജനാധിപത്യം പ്രദാനം ചെയ്യുന്ന, തുല്യാവകാശം പ്രദാനം ചെയ്യുന്ന ഒരു ഭരണഘടനയ്ക്ക് കീഴിലാണ് നമ്മളൊക്കെ ജനിച്ചു വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിനോടുള്ള കൂറാണ്. ആ മൊറാലിറ്റിയോട്, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് വിളിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ആ മൂല്യങ്ങളെ പരിശോധിക്കുകയും കാലാനുസൃതമായി പരിഷ്കരിക്കുകയും അല്ലെങ്കിൽ ചിലതരം ചൂഷണങ്ങൾ തിരിച്ചറിയുമ്പോൾ അവിടേക്കും ഈ മൂല്യങ്ങൾ വ്യാപിപ്പിക്കുക, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കടമയായിട്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ കടമയായിട്ട് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത്. പക്ഷെ അതിന് പകരം ഇപ്പം എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ അടിയന്തരാവസ്ഥ നമ്മൾ കണ്ടു. ജൂൺ 25 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടായി. അന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഫാസിസം എന്ന് പറയുന്ന വാക്ക് ഒരു സമകാലിക ചരിത്രത്തിൽ നമ്മളുടെ ടെർമിനോളജിയിൽ കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നീട് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി നമ്മുടെ മുമ്പിൽ വരുന്നത് ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്താണ്. പക്ഷേ ഇത് അടിയന്തരാവസ്ഥ ഷോർട്ട് ലീവ്ഡ് ആയിരുന്നു, കുറച്ച് കാലേ ഉണ്ടായിരുന്നുള്ളൂ. 19 മാസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത കാണിച്ചു. ആ ഭരണകൂടത്തെ നീക്കി പുതിയൊരു ഭരണകൂടത്തെ അവരോധിക്കുകയുണ്ടായി. പക്ഷേ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കാം. ഇതിനൊക്കെ ശേഷം 2002 ഗുജറാത്തിൽ വലിയ കലാപം നടന്നു. ഈ വലിയ കലാപം എന്ന് പറയുന്നത് വംശഹത്യയായിരുന്നു എന്നുള്ളത് ഇന്ത്യയിലെയും പുറത്തുള്ള രാജ്യങ്ങളിലെയും ഏജൻസികൾ ഒരേ ശബ്ദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ന്യൂനപക്ഷം എന്ന് വിളിക്കുന്ന ഗുജറാത്തിലെ മനുഷ്യരെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി വരിക, ഒരു ഹിന്ദു ഫാസിസ്റ്റ് കക്ഷി മുന്നോട്ട് വരിക. അതിനെ സഹായിക്കാൻ ഈ പാർട്ടിയുടെ തന്നെ സ്റ്റേറ്റ് ഭരണകൂടം അവർക്ക് കൂടെ നിൽക്കുക. ഇതാണ് ഗുജറാത്തിൽ കണ്ടത്. ഗുജറാത്തിൽ അത്രയും രക്തം ഒഴുകിപ്പോയി, അത്രയും മനുഷ്യരുടെ കണ്ണീര് വീണു, അത്രയും മനുഷ്യരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടു. ബൽക്കിസ് ബാനു കേസൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ വിഭജനത്തിൽ പോലും അത്തരം കഥ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റിൻ്റെ മുൻകൈയിൽ, സ്റ്റേറ്റിൻ്റെ സഹായത്തോടു കൂടി എന്ന് വിവിധ ഏജൻസികൾ പറഞ്ഞ അക്രമം നടന്നിട്ടും പിന്നത്തെ ഇലക്ഷനിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ നോക്കണം. പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരികയാണ്, കൂടുതൽ ഭൂരിപക്ഷത്തിൽ, പിന്നെയും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വരുന്നു. ഇന്ന് ആ ഗുജറാത്ത് ഗവൺമെൻറ്റിനെ നയിച്ച വ്യക്തി ഇന്ത്യയെ ഭരിക്കുന്നു. നമ്മൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കി വേണം യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ.
നമ്മുടെ ഇത് ഒരു ജ്ഞാനാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഡിബേറ്റ് മാത്രമല്ല, നമ്മുടെ അനുഭവത്തെക്കുറിച്ചുള്ള ഒരു ഡിബേറ്റാണ് യഥാർത്ഥത്തിൽ. അനുഭവ സംവാദമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഏതോ രാജ്യത്ത് നടന്ന അല്ലെങ്കിൽ വേറെ ഏതോ കാലത്ത് നടന്ന ഒരു സംഭവത്തെ പരിശോധിക്കുകയല്ല. അതുകൊണ്ട് ഇത് ഇന്നത്തെ പ്രശ്നമാണ്. ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു ദേശീയത എന്ന് പറയുന്നത് അത് അറിയാതെ നമ്മളുടെ ഉള്ളിൽ പോലും കടന്നു വരുന്നുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തും കടന്നു വരുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് സെറ്റ് ചെയ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അത് ഭരണഘടനയിൽ തിരുത്തു വരുത്തേണ്ടി വന്നു, അല്ലെങ്കിൽ അമെൻമെന്റ് കൊണ്ടുവരേണ്ടി വന്നു. ഒരു അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം കൊണ്ടുവരുന്ന ഒരു അമെൻമെന്റ് ഇന്ദിരാഗാന്ധിക്ക് 75-ൽ കൊണ്ടുവരേണ്ടി വന്നു. ഇപ്പോ ഇവിടെ പൗരത്വ നിയമം പോലെയുള്ള ആശയങ്ങൾ വരുമ്പോൾ ഭരണഘടന തൊടുന്നുണ്ടെങ്കിലും അതിന് പുറത്തുള്ള ഒരു ബദൽ ഭരണഘടന എന്ന് വിളിക്കാവുന്ന, ഒരു സമാന്തര ഭരണഘടന എന്ന് വിളിക്കാവുന്ന ഒരു കാര്യത്തിലൂടെ, ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. എന്ന് പറഞ്ഞാൽ ഭരണഘടനയെ നിഷ്ക്രിയമാക്കുക, അതിനെ നിഷ്പ്രഭമാക്കുക, അതിൻ്റെ എല്ലാ മൂല്യങ്ങളും കാറ്റിൽ പറത്തുക, അത് ഈ പതുക്കെ പതുക്കെ അതിനൊരു ദയാവധം കൊടുക്കുക എന്ന് പറയുന്ന തരത്തിലാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ സാഹചര്യം നമുക്ക് മാത്രമുള്ളതാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. ഇപ്പോൾ ലോകം വലതുപക്ഷവൽക്കരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും നമ്മുടെ സാഹചര്യം കുറേയും കൂടി ബുദ്ധിമുട്ടേറിയ ദുഷ്കരമായൊരു സാഹചര്യമാണ്.